എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജിലേബിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബിയാണിത്. വളരെ സ്വീറ്റാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന പോലത്തെയുള്ള ജിലേബിയാണ്. ഇതിനായി അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നൊരു 6 മണിക്കൂർ മിനിമം കുതിർത്താൻ വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 7 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. 6-7 മണിക്കൂർ ഉഴുന്ന് കുതിർത്തെടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് അരയ്ക്കാൻ പറ്റും. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ കുഴപ്പമില്ല. അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് മാവിലേക്ക് ഇനി 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇടിയപ്പത്തിനൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. തരിയൊന്നുമില്ലാത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായി മിക്സ് ചെയ്യണം. ഉഴുന്ന് മാവും അരിപ്പൊടിയും കൂടി നന്നായി മിക്സ് ആവണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഉഴുന്നരയ്ക്കുമ്പോൾ തീരെ വെള്ളം ചേർത്തിരുന്നില്ല. ഇപ്പോൾ അരിപ്പൊടി കൂടി ഇട്ടപ്പോൾ അത് മാവ് വന്ന് ഭയങ്കര ടൈറ്റായി. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഒന്ന് ലേശം ലൂസാക്കി കൊടുക്കാം. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ജിലേബി കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ഓറഞ്ച് കളർ ജിലേബി കളറാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ജിലേബിക്ക് ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടും ഏലക്ക കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ ജിലേബിക്ക് നല്ല ടേസ്റ്റ് കൂടും. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉഴുന്നെടുത്ത സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പഞ്ചസാര എടുക്കണം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ജിലേബി എണ്ണയിലേക്ക് പീച്ചുന്നതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മിൽമയുടെ കവറാണ്. ഇതിൻ്റെ മോൾ ഭാഗം ഫുള്ളായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. മാവ് നിറച്ച് കൊടുത്തു. അതിലേക്ക് സൈഡിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ വേണം പീച്ചി കൊടുക്കാൻ. നല്ല കട്ടിയുള്ളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം ഇത് പീച്ചി കൊടുക്കുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പീച്ചി കൊടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി 1-2 റൗണ്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം പൂ പോലെ ഡിസൈനാക്കി ഉള്ളിലേക്ക് വേണം എൻഡ് ചെയ്യാൻ. ഇനി ജിലേബി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു പരന്ന പാനാണെങ്കിൽ നമുക്ക് കൂടുതൽ ജിലേബി ഇതിലേക്ക് പീച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കോരിയെടുത്താൽ ഉടനെ തന്നെ നമ്മൾ പഞ്ചസാര പാവിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ ഷുഗർ സിറപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഷുഗർ സിറപ്പ് പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത ജിലേബി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് എടുത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടൂ. മൈദമാവിലും ജിലേബി ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്ന് മാവിലായതുകൊണ്ടാണ് ഇത് ഇത്രയും സോഫ്റ്റായിട്ടിരിക്കുന്നത്. മൈദമാവിലാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ടിരിക്കും. ഈ ജിലേബി വളരെ സോഫ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.